നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഒരു സുഹൃത്തു കൂടിയാട്ടോ. തിരുവനന്തപുരം ക്ഷേത്രത്തിലെ പൂരമാണ്. ഇന്നലെയൊക്കെ നമുക്ക് വലിയ തിരക്കാണ്. അപ്പൊ ഒരു നാടിന്റെ ഒരു സാംസ്കാരികോത്സവം കൂടിയാണ് അല്ലേ? ശരിയാണ്. ഇത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിശ്വാസികൾ വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. ഈ 11 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു പൂരം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് 8ാമത്തെ ദിവസം. പ്രത്യേകിച്ച് കുട്ടികളുണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ നേർച്ചകളൊക്കെ നടക്കുന്ന ഒരു ക്ഷേത്രം. മലപ്പുറത്തിൻ്റെ ഒരു സാംസ്കാരികപരമായ ഒരിടം എന്ന നിലയ്ക്ക് ഇവിടെ പല വിശ്വാസികളും നമുക്ക് അവരുടേതായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാനൊക്കെയുള്ള അവകാശങ്ങളുള്ള ഈ നാട്ടിൽ ഇവിടെ അതല്ല, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പാണക്കാട് കുടുംബത്തിന്റെ തന്നെ ഒരു പാരമ്പര്യം മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ വലിയ താല്പര്യം കൊടുത്തിട്ടുണ്ട്. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളായിരുന്നാലും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാദിഖലി തങ്ങളായാലും മുനവറലി ആയാലും അല്ലേ, എല്ലാവരും നിങ്ങൾ അതിൽ യഥാർത്ഥത്തില് ഞങ്ങൾക്കൊക്കെ നിങ്ങളുടെ വലിയ ആദരവാണ്. നമ്മൾ ചില വേദികളിലൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തില് ഇവിടെ ഈ തളിക്ഷേത്രമാണല്ലോ പണ്ട് ചരിത്രമായതല്ലേ. ശിഹാബ് തങ്ങൾ അന്ന് ബാബറി മസ്ജിദ് പൊളിച്ച സമയത്ത് ഇവിടുന്നായിരുന്നു. അതല്ല, അന്ന് തളിക്ഷേത്രത്തിലെ വാതില് സാമൂഹ്യദ്രോഹികൾ തീ വെച്ചു. അതെ അതെ. അപ്പൊ അന്ന് അദ്ദേഹം നേരിട്ട് വന്ന് ഇവിടെ പൂജാരിയെ കണ്ട് അത് പുനർനിർമ്മിക്കാനുള്ള പണം നൽകിയാണ് അദ്ദേഹം തിരിച്ചുപോയത്. അതും ഒരു വൈകാരികമായ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ പലരും ശ്രമിച്ചപ്പോൾ അത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അന്ന് ഒരുപാട് സമയം ബാബറി മസ്ജിദ് പൊളിച്ച സമയം അല്ലാത്ത സമയത്തും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഒരുപാട് കലാപങ്ങൾ കേരളത്തിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അതെ, നമ്മളതൊക്കെ അദ്ദേഹത്തെ ഇപ്പോ ഈ അമ്പലത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഓർമ്മിച്ചു പോവാം. ഇപ്പോൾ ക്ഷേത്രം പള്ളി അടുത്തടുത്ത് തന്നെ തളിക്ഷേത്രം പള്ളി അടുത്തടുത്ത് തന്നെ അടുത്തടുത്താണ് പള്ളി. കാരണം അങ്ങാടിപ്പുറം പള്ളിയും ക്ഷേത്രവും അതുപോലെ 2 ക്ഷേത്രം ഒരുമിച്ചുണ്ട്. അപ്പൊ അത് നമ്മുടെ മലപ്പുറത്തിന്റെ ഒരു വൈവിധ്യം നിറഞ്ഞ ഒരു സംസ്കാരത്തിന്റെ ഒരു വലിയ ഇടം കൂടിയാണ്. ഞാൻ പുതിയ തലമുറയിലെ ആൾക്കാരാണ്. നമ്മൾ ടോൾക്കെ കിട്ടാന്ന് പറയുന്നില്ല, എന്നാൽ പോലും പുതിയ തലമുറയിലെ ആൾക്കാരാണ്. അപ്പൊ ഈ പാണക്കാട് ശിഹാബ് തങ്ങൾ കൊണ്ടുവച്ച ഒരു മതസഹിഷ്ണുതയുടെ ഒരു വേദവാക്യം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് പുതിയ ജനറേഷനും അതേപോലെ കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടോ പുതിയ കാലത്തിൽ? തീർച്ചയായും അതിന്റെ ഒരു ഭാഗമായിട്ട് സാദിഖലി ശിഹാബ് നേതൃത്വത്തിൽ ഞങ്ങളുടെ കുടുംബം ഒന്നിച്ച് ഇത്തരം മേഖലയിൽ ഇവിടെ പലരും വിഭാഗീയതയും സ്പർദ്ധയൊക്കെ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അതിനെ മറികടന്നുകൊണ്ട് അതിനെ ഉണക്കാൻ, അത്തരം മുറിവുണക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വയനാട് ദുരന്തഭൂമിയിലെ വീടുണ്ടാക്കാൻ വേണ്ടി നമ്മൾ സ്ഥലമെടുത്ത് അവിടെ പോയപ്പോൾ അവിടെ 1000 വീട് ഉണ്ടാക്കുന്നു, 105 വീട്. അപ്പൊ അവിടെ തൊട്ടടുത്ത ക്ഷേത്ര കമ്മിറ്റികൾ വന്ന് ഞങ്ങൾക്ക് നല്ല അയൽക്കാരെയാണ് നിങ്ങൾ തന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ അങ്ങോട്ട് സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ സൗഹൃദം കാത്തു സൂക്ഷിക്കാനും അതിൽ നമ്മൾ നടത്തുന്ന മുസ്ലിം നമ്മുടെ കുടുംബമൊക്കെ അതിൽ വലിയ പ്രാധാന്യം ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രാധാന്യം ഇന്ന് ഇവിടെ അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പം അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. വളരെ സന്തോഷം അങ്ങേ ഇവിടെ കണ്ടതിൽ. ഞാൻ പ്രതീക്ഷിച്ചില്ല അങ്ങ് ഇവിടെ. യാത്രയുടെ വിശദാംശങ്ങൾ കൂടി തങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് തോന്നുന്നു. ഈ ഒരു വലിയ സന്ദേശം ശരിക്കും വല്ലാത്ത പ്രതികരണം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം എന്താ അറിയോ, ഈ അമ്മമാർക്ക് ഭയങ്കര ടെൻഷനായി. ഈ കുട്ടികളൊക്കെ ഇങ്ങനെ വന്നപ്പോൾ നമ്മളെ ഞെട്ടിച്ച ഒരു പോലീസ് ഓഫീസർ നമ്മുടെ ആലത്തൂർ സ്റ്റേഷനിലെ CI പറഞ്ഞത്, ഞാൻ പറഞ്ഞു 7ാം ക്ലാസ്സിലെ കുട്ടിക്ക് വരെ ഈ സ്വാധീനമായല്ലോ MDMA എന്ന്. അങ്ങനെ പറഞ്ഞു 4ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. 4ാം ക്ലാസ്സിലെ കുട്ടി, ഞാൻ 9 വയസ്സായിരിക്കും അവന്റെ പ്രായം എന്ന് പറയുന്നു. അപ്പൊ അമ്മമാർക്ക് ഭയങ്കര ഒരു ആശങ്കയുണ്ട് കേരളത്തിൽ. അപ്പോൾ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയധികം ഒരു റെസ്പോൺസ്. മാത്രമല്ല ജനങ്ങൾ, നമ്മൾ കോഴിക്കോടൊരു അങ്ങ് വരണം തീർച്ചയായിട്ടും. കോഴിക്കോട് നമ്മൾ ബീച്ചിൽ ഒരു 1,00,000 പേരുടെ ഒരു പ്രകടനം നടത്തുന്നുണ്ട്. ജാതി മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ല അതിനകത്ത്. അതിലൊറ്റ ശബ്ദമേ ഉള്ളൂ, MDMA കാരൻ സ്ഥലം വിട്ടു പോകണം, കേരളത്തിൽ വേണ്ട എന്നുള്ളത്. ഇത് വലിയ ആപത്ത്, സാമൂഹ്യ വിപത്തായി നമ്മൾ കാണുകയാണ്. നമ്മുടെ എത്രയോ കുടുംബങ്ങൾ അവരൊക്കെ സന്തോഷം. പിന്നെ പെൺകുട്ടികൾ, ഇതൊക്കെ നമ്മൾ പെൺകുട്ടികളൊക്കെ കേരളത്തിൽ കേട്ടുകഴിവുണ്ടോ? ഇതിന് രാസലഹരി കഴിക്കാൻ പെൺകുട്ടികൾ ഇറങ്ങി വരും. അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശക്തമായി നേരിടുക എന്നുള്ളതാണ്. അത് സാമൂഹ്യ ഉത്തരവാദിത്തം. അത് താങ്കൾ ഏറ്റെടുത്തതിൽ വലിയ സന്തോഷമുണ്ട്. അതുപോലെ 40 വർഷം താങ്കൾ പൂർത്തീകരിച്ച ഈ ഒരു സമയം ഞങ്ങൾ കൂടെ അതിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. അപ്പോൾ ആളുടെ ഇനി ഒരുപാട് കാലം താങ്കൾക്ക് ഈ രംഗത്ത് തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുക. ഞങ്ങൾ തറവാട്ടിലേക്ക് വരും. കോഴിക്കോട് എത്തുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരും. ഞങ്ങൾ വന്ന് എല്ലാവരെയും കാണും. കാരണം നിങ്ങളുടെ എല്ലാം പിൻബലം നമുക്ക് കോഴിക്കോട് ബീച്ചിൽ വേണം. കാര്യം ഈ വലിയ മാഫിയ സംഘമാണുള്ളത്, ഇന്റർനാഷണൽ മാഫിയ സംഘം. ജനത്തിന്റെ, അത് 20ാം തീയതി ജനത്തിന്റെ ഐക്യം കണ്ട് അവന്മാർ പേടിച്ചു പോകണം. കാര്യം കേരളത്തിലെ മണ്ണിൽ ഇതൊന്നും വേരോടത്തില്ല എന്നുള്ളത് അറിയിക്കാനേ. അപ്പൊ അവിടെ വന്ന് കണ്ടോളാം. ഓക്കെ, താങ്ക് യു. സാദിഖലി ശിഹാബ് തങ്ങളോട് നമ്മൾ അന്വേഷണം പറയാം. ഓക്കെ, താങ്ക് യു. ക്ഷേത്ര
ക്ഷേത്രവുമായി ക്ഷേത്ര അതെ അപ്പോൾ നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടി പറയൂ. കാരണം ഇത്രയും മതസഹിഷ്ണുത ഊട്ടി ഉറപ്പിക്കാൻ നിങ്ങളൊക്കെ എടുക്കുന്ന ഒരു സ്ട്രെയിൻ അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. കാര്യം ആൾക്കാർക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നല്ലേ ആഗ്രഹമുള്ളൂ പല ആളുകൾക്കും. അപ്പോൾ അതിനെയൊക്കെ നിങ്ങൾ നേരിടുന്നത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. പിന്നെ തളിയിൽ ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും ചരിത്രത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പറയൂ. 11 ദിവസത്തെ ഉത്സവമാണ് നടക്കുന്നത് ഇവിടെ തിരുവനന്തപുരല്ലേ? ഇതൊരു കുന്നിന്റെ മുകളിലാണ് ഈ ക്ഷേത്രം. കുന്നിന്റെ മുകളിലാണ്. ഈ പ്രദേശത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ്. അതിൽ ധാരാളം ഭക്തജനങ്ങളുടെ പങ്കാളിത്തമുണ്ട്. അപ്പൊ ചടങ്ങുകളും കാര്യങ്ങളും ഏറ്റവും നന്നായി ക്രമീകരിച്ച് നടത്തുന്നു. ഒപ്പം ആളുകളെ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്ന ധാരാളം വലിയ ജനക്കൂട്ടമാണ്. 11 ദിവസം കൊണ്ട് ഒരു 10 ലക്ഷത്തിലധികം ആളുകൾ അവിടെ വരും എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു 11 ദിവസം കൊണ്ട് ഒരു 10 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ക്ഷേത്രം വരും വന്നു പോകുന്നതാണ്. കോഴിക്കോടൊക്കെ വേണേ. അതില് വരുന്ന എല്ലാ ആളുകൾക്കും ക്ഷേത്രത്തിന്റെ വകയായിട്ട് അന്നദാനം എല്ലാ ഉച്ചയ്ക്ക് പ്രസാദമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ തന്നെ ഒരു 2 ലക്ഷത്തോളം ആളുകൾ പ്രസാദം എന്താണ്? ഇവിടുത്തെ പ്രസാദം ഭഗവതിക്കുള്ള പ്രസാദമാണ്. പ്രധാനമായിട്ട് നിവേദ്യങ്ങൾ, പായസം, രക്തപുഷ്പാഞ്ജലിയുടെ ത്രിമധുരം, അങ്ങനത്തെ പ്രസാദങ്ങളാണ്. അപ്പൊ അങ്ങേക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനെ കുറിച്ച്? അതേപോലെ നമ്മൾ അങ്ങാടിപ്പുറം എന്ന് പറഞ്ഞ മതസൗഹാർദ്ദത്തിന്റെ ഒരു വിളനിലം കൂടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ തളിയും കണ്ടില്ല, അത്രയും ഒരു നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. വെറും ഒരു ചെറിയൊരു ഇതിലാണ് നിൽക്കുന്ന പള്ളിയും അമ്പലവും. അപ്പൊ അത്രയധികം മതസൗഹാർദ്ദം ഊട്ടി തൊട്ടടുത്താണ്. അറിയില്ല, പുറമേ നോക്കുമ്പോൾ ഒരേപോലെ തോന്നും. ഒരു മതിലാണ്, ഒരേ ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അങ്ങാടിപ്പുറത്തിന്റെ ഒരു ഏറ്റവും വലിയ മതസൗഹാർദ്ദ വിളനിലം കൂടിയാണ്. അതുകൊണ്ട് പിന്നെ തിരുമാന്താംകുന്ന് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ഇവിടുത്തെ പൂരം പോലെ മറ്റൊരു പൂരം ഇല്ലാന്ന് തന്നെ പറയാം, നമ്മൾ അഭിമാനത്തോടെ പറയാം. കാരണം വെച്ചാൽ ഇത്രയധികം ആറാട്ടുള്ള പൂരം, ഇത്രയധികം ഒരേ ദിവസം, എല്ലാത്തിനും ഒരേ പ്രത്യേകത. മറ്റുള്ളവർക്കൊക്കെ പൂരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മാത്രമാണ് ആറാട്ടൊക്കെ ആയിട്ട് അവസാനിക്കും. ഇതങ്ങനെയല്ല, എല്ലാ ദിവസവും ഒരേ ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എല്ലാ പൂരത്തിനും. എല്ലാ ദിവസവും ആറാട്ട്, അതാണ് ഏറ്റവും വലിയ സവിശേഷത. 21 ആറാട്ടാണ് ഈ പൂരത്തിന്, ഉത്സവത്തിന്. അത് വേറെ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് സവിശേഷത, പിന്നെ താന്ത്രിക ചടങ്ങുകളുടെ സവിശേഷത, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. അപ്പം എല്ലാം കൊണ്ടും ഒരു വൈവിധ്യമാർന്ന പൂരമാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ മതങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാവർക്കും മതസൗഹാർദ്ദത്തിന്റെ വിളനിലത്തിൽ നിൽക്കുന്ന ഒരു പൂരമായതുകൊണ്ട് തന്നെ വള്ളുവനാടിന്റെ ദേശീയ ഉത്സവമാണ് പൂരം എന്ന് പറയുന്നത്. മാമാങ്കത്തോട് കടപിടിക്കാനും വേണ്ടി മുമ്പുണ്ടാക്കിയെന്നാണ് പറയുന്നത് ഈ പൂരം. അത്രയ്ക്കധികം പ്രാധാന്യമുണ്ട്. എന്തായാലും സന്തോഷം. താങ്ക് യു. ഭാവങ്ങൾ നേരുകയാണ്. പ്രത്യേകിച്ചും ഒരുപാട് മാധ്യമ പ്രവർത്തനത്തില് 40 വർഷമായി ലഹരി വിമുക്തത്തിനുള്ള ഈ തയ്യാറെടുപ്പിനും വളരെയധികം മോന്റെ പേരെന്താ? കൈകൊടു മോനെ, നമുക്ക് ഒന്നിച്ചു പോണേ. ഈ രാസലഹരി എന്ന് പറഞ്ഞാൽ സാധാരണ ലഹരി പോലെ അല്ല. മനുഷ്യന്റെ ആയുസറ്റ് പോവും. പിന്നെ മാത്രമല്ല കൊലക്കത്തി കയ്യിലെടുക്കും. ഇങ്ങനെയുള്ള ചില ഗുണങ്ങൾ ഇതിനുണ്ട്. അതാണ് നമ്മൾ ഇതിനെതിരെ അതിശക്തമായിട്ട് നമ്മൾ വിചാരിക്കുന്ന ഈ 1 ലക്ഷം ആൾക്കാരെ നമ്മൾ കോഴിക്കോട് ബീച്ചിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 1 ലക്ഷം പേരുടെ ശക്തി പ്രകടനം കണ്ടാൽ തന്നെ ഈ മാഫിയ സംഘങ്ങളുടെ കോട്ടകൊത്തളങ്ങളിൽ ഒരു ചെറിയ ബോംബ് വീണല്ലോ വരുമല്ലോ. അപ്പോൾ അവരെ ഒന്ന് പിടിപ്പിക്കുക, കേരളത്തിൽ വേണ്ടെന്നുള്ളത്. എല്ലാ ഭാവങ്ങളും തീർച്ചയായിട്ടും. താങ്ക് യു. ഇവിടെ ഒരു ആശംസ അറിയിക്കാൻ കൂടി ഇവിടെ കാത്തു നിൽക്കാം. അങ്ങയുടെ പേര്? അനിൽ, ദിലീപ്. താങ്കളുടെ ഈ നല്ല ഉദ്ദേശത്തിന് ഞങ്ങളുടെ എല്ലാ സപ്പോർട്ടും പിന്തുണയും. വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, ആയിക്കോട്ടെ. ഒരുമിച്ച് നിങ്ങളെല്ലാരും ഒന്നിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. താങ്കൾക്കുള്ള ആദരം കൂടി ഇവരെ കൂടെ നൽകാൻ സാധിച്ചത് സന്തോഷമുണ്ട്. അപ്പൊ നമ്മളിനി കാണും, നമ്മള് തറവാടി കാണും. ഓക്കെ. അപ്പോ ഒരുപക്ഷെ ഈ സൗഹാർദ്ദമാണ് നമ്മുടെ വടക്കൻ കേരളത്തിലെ നമ്മളെ ഏറ്റവും ആകർഷിക്കുന്ന കാര്യം. അങ്ങനെ പേരെന്താ? ശിവപ്രസാദ്. താങ്ക് യു. സന്തോഷം. ഞാൻ നോക്കിയപ്പോഴേ ആ ഇടി അങ്ങ് എവിടുന്ന് ശബ്ദം കേൾക്കുന്നത്. ഓക്കെ, താങ്ക് യു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, താങ്ക് യു. വിജയകുമാർ, ഇതൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു, കുഴപ്പമില്ല. നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗറിന്റെ കക്ഷി വന്നിട്ടുണ്ട്. മോളുടെ പേര് ഞാൻ മറന്നുപോയി. ശ്രദ്ധ വൈഷ്ണ അല്ലേ? ഇതാരാ? അമ്മയുടെ അമ്മയാണോ? അടുത്ത വീട്ടിലെ? എന്നാലും കുഴപ്പമില്ല. കണ്ടതിന് സന്തോഷം. എപ്പോഴും ടിവിയിലെ കാണുള്ളൂ. അപ്പൊ അമ്മയെ കാണാൻ പറ്റിയല്ലോ. അമ്മയുടെ പേരെന്താ? എന്റെ പേര് പ്രേമലീല. നല്ല പേരാണ്. അത് സൂപ്പറായി കേട്ടോ. ഏതൊരു കവിതയുടെ പുസ്തകത്തിന്റെ തലക്കെട്ട് പോലെ ഉണ്ട്. അമ്മ മോളെ പ്രേമലീല എന്നൊരു പേര് കേട്ടിട്ടുണ്ടോ? അമ്മയുടെ പേരതാ. മോള് രണ്ടുപേരും പാട്ട് പാടിയേ രാവിലെ ക്ഷേത്രത്തിന് നടയുന്നു. ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാൻ
കർപ്പൂരമായി ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി പല പല ജന്മം ഞാൻ നിന്റെ കളമുരളിയിൽ സംഗീതമായി ഗുരുവായൂരപ്പ നിൻ മുന്നിൽ ഞാനൊരുകുന്നു കർപ്പൂരമായി. മോളെ ഇത്രയും ശുദ്ധിശുദ്ധമായി പാടുന്ന കുട്ടികളുടെ സംപ്രേഷണം കാണാൻ നിങ്ങൾ ഏത് പരിപാടി കാണണം മോളെ? 24 കാണണം എന്തായാലും. 24 കാണണം. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള പാട്ടുകൾ രാത്രി 7 മണിക്ക് കാണാം അല്ലേ? ഇനിയിപ്പോ ഏതിലാ? ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. അപ്പൊ നമുക്ക് അവള് നല്ല സൂപ്പറായിട്ട് പാടുന്നുണ്ട്. അമ്മ പാടുവോ? ഇതാരാ? എന്താ പേര്? അമ്മയുടെ പേരെന്താ? തുളസി. പാടത്തില്ലല്ലേ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.